ഞാനൊരു കളിക്കുണ്ട് ഞാൻ അവരോട് ആദ്യം പറഞ്ഞു. എന്തു എഴുതുന്നേ? ഓത്തണം പ്രതിജ്ഞ എങ്ങനെ കുത്തുക? മനസ്സിലായി മനസ്സിലായി. ഇവരെ പറ്റി പറഞ്ഞത് എനിക്ക് ഡയലോഗ് ഒരു സെക്കൻഡേ നമ്മളത് ആലോചിക്കട്ടെ. എന്ത് പറയണം? കഥ പറയണ്ട, അത് പറയാം. ഇവർക്ക് നമ്മുടെ പ്രിയങ്കയുടെ ഇവിടെ ലവ് സ്റ്റോറി അറിയത്തില്ല. നീ ഒന്ന് പറഞ്ഞേ, നീയല്ലേ ഇതിനകത്ത് സ്പെഷ്യൽ? സംഭവം ഇവര് തമ്മിൽ പണ്ടേ സെറ്റാന്നുള്ള കാര്യം ഞങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ട്. ഞാൻ ഇവളോട് ഒത്തിരി വട്ടം ചോദിച്ചിട്ടുണ്ട്. അങ്ങനൊന്നുമില്ല തോന്നുന്നതാണൊക്കെ പറഞ്ഞു. ഒരു ദിവസം ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോഴേക്കും ഒരു ഇതുവരെ വിളിച്ചേക്കും. നീ അന്ന് ചോദിച്ച മറ്റേ കാര്യമില്ലേ, ഞാൻ ചമ്മനാണ് അതുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു ഏത് കാര്യം? എനിക്ക് കാര്യം മനസ്സിലായി. ഏത് കാര്യം? മറ്റേത് ഞാൻ പറയാം ഏത് കാര്യം? ഞാൻ പറയാം എനിക്കിത് നേരിട്ട് കാണാം, നിന്റെ മുഖം എനിക്ക് കാണാം. വീഡിയോ കോൾ ചെയ്താൽ മതി എന്ന് വീഡിയോ കോളായിട്ട് നമ്മളിങ്ങനെ ആകെ ചമ്മി. അത് സത്യമായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു പണ്ടേ ഇതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. റീസൺ എന്താ, വരാനുള്ള വഴി തങ്ങില്ലല്ലോ, അങ്ങനെയൊക്കെ തന്നെ. ഏറ്റവും വലിയ സാധനം നടത്തിയെടുത്ത് കുഞ്ഞു നില വലുത് നെറ്റ് ചുട്ടിയിൽ ഒട്ടിക്കത് തിരിച്ചു വെച്ചിട്ട്. സജഷൻ കറക്റ്റ് നടക്കല്ലേ ഇപ്പൊ കിടക്കണേ നെറ്റ് ചുട്ടി? എങ്ങോട്ടാ?
രണ്ടുപേരും ബ്രൈഡും ഗ്രൂമും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ അത്രത്തോളം സ്പെഷ്യലാണ് ഞങ്ങൾക്ക് മാരേജ് എന്ന് പറയുന്നത്. അത്രത്തോളം ചെറുക്കന്റെ വീട്ടുകാരാണോ പെണ്ണിന്റെ വീട്ടുകാരാണോ എന്ന് ഞങ്ങൾക്ക് ഡൗട്ടാണ്. ലൈക്ക് വി ആർ ഇൻ ബോത്ത് സൈഡ്. അതുകൊണ്ട് അവരെക്കാട്ടിലും ഞങ്ങൾ ഹാപ്പിയാണ് ഈ ഒരു മൊമെന്റിൽ. ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാവും ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അത്ര ഹാപ്പിനെസിന്റെ ദിവസമാണ്. ബിക്കോസ് ദാറ്റ് ടു പേഴ്സൺസ് ആർ ഗെറ്റിംഗ് ടുഗെദർ. എക്സാം ഒന്നല്ലേ നോക്കി എഴുതുകയാണല്ലോ. എബിയുടെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാണ്? നാളെ എടുത്തത് 1, 2, 3. കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് പ്ലാൻ ചെയ്ത് കല്യാണം എത്ര ടെൻഷനായിരുന്നു, നല്ല ടെൻഷനായിരുന്നു ഡാൻസ്. അപ്പൊ ഇനി നമുക്ക് ചെറുക്കിനെ പെട്ടിരിക്കില്ല ഡാൻസാണ്.